2016 കേരളത്തിന്റെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ജാഥ നടത്തി നവകേരള മാർച്ച്. രാവിലെ എല്ലാ ദിവസവും രാവിലെ ആളുകളെ കാണാനിരുന്നു. അദ്ദേഹം ഒരു വെള്ളക്കടലാസിൽ എഴുതി ഓരോ കാര്യങ്ങളും ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഒരമ്മ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, 8 ദിവസമായി എനിക്ക് പനി തുടങ്ങിയിട്ട്. എന്റെ തൊട്ടടുത്ത ആശുപത്രിയിൽ ചെന്നപ്പോൾ എനിക്ക് ഒരു തുള്ളി മരുന്ന് അവര് തന്നില്ല. എന്റെ പേരക്കിടാവ് കുട്ടി ഓണപ്പരീക്ഷ എഴുതാൻ പോവുകയാണ്, അവനിതുവരെ പുസ്തകം കിട്ടിയിട്ടില്ല. മറ്റൊരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, 650 രൂപ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പെൻഷൻ. അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ ഒരു വെള്ള കടലാസ് എടുത്ത് സ്വന്തം പേനയെടുത്ത് കൈപ്പടയിൽ ഓരോന്നോരോന്നോരോന്നായിട്ട് എഴുതി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, അഭിഭാഷകർ, വൃദ്ധന്മാർ എല്ലാവരും പറഞ്ഞു അവരവരുടെ വേദന. പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ എഴുതിയെടുത്ത കടലാസ് 600 ആവശ്യങ്ങളായിട്ട് 2016 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. അതാണ് ഞങ്ങളുടെ പ്രകടന പത്രിക. 2016 പ്രകടന പത്രിക അതായിരുന്നു. മുഖ്യമന്ത്രി ഓരോ വർഷവും മന്ത്രിമാരെ വിളിച്ചു ചോദിക്കും, ശൈലജ ടീച്ചറെ വിളിച്ചു ചോദിക്കും, ജി സുധാകരനെ വിളിച്ചു ചോദിക്കും, ഓരോരുത്തരെയും വിളിച്ചു ചോദിക്കും. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ? നടപ്പിലാക്കി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതാണ് ഇടതുപക്ഷത്തിന്റെ ഇച്ഛാശക്തി. ഒളിച്ചോട്ടം നമുക്ക് പറഞ്ഞിട്ടില്ല. ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഒളിച്ചോട്ടം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ ആക്കാൻ പരിശ്രമിക്കുന്ന നമ്മളുണ്ട്. ആ നമുക്ക് കേരളത്തിലെ ജനങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുകൂലമായിട്ട് നിലപാടെടുക്കും. ഇന്ത്യയിലെ കോൺഗ്രസുകാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രിയുമായി പിണറായി വിജയൻ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നരേന്ദ്രമോദി ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ തോളത്തൊന്ന് തട്ടി. മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രിയുടെ തോളത്ത് തട്ടിയത്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ കൈയൊന്ന് പിടിച്ചത് ആശ്ലേഷണം നടത്തി. എന്തുകൊണ്ടാണത്? അതിന്റെ കാരണം ഇച്ഛാശക്തിയോടുകൂടി ഇന്ത്യക്കകത്ത് കേന്ദ്രം പറയുന്നല്ലെങ്കിൽ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന കേന്ദ്രത്തിന്റെ ഓരോ കാര്യങ്ങളും വികസന കാര്യങ്ങൾ, ആ വികസന കാര്യങ്ങൾ എണ്ണിയിട്ട് അക്ഷരം പോലെ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആശ്ലേഷണം നടത്തുന്നത്. ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി.